നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ ഏറ്റവും വലിയ തട്ടകമാണ് UAE. മികച്ച ജീവിത സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പു നൽകുന്ന ഈ രാജ്യം ഇപ്പോൾ തങ്ങളുടെ താമസ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷയും തൊഴിൽ വിപണിയും ശക്തമായി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ നിയമലംഘകർക്ക് നൽകുന്നത് ശക്തമായ മുന്നറിയിപ്പാണ്. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് സഹായം നൽകിയാൽ പോലും കുറഞ്ഞത് 1 ലക്ഷം ദിർഹം മുതൽ 50 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമങ്ങൾ ഓരോ പ്രവാസിയും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. വിസ തട്ടിപ്പുകൾ, വ്യാജരേഖകൾ നിർമ്മിക്കൽ, നിയമവിരുദ്ധ താമസം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി ഗുരുതര കുറ്റങ്ങൾക്ക് ഇനി മുതൽ കനത്ത ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. UAEയുടെ നിയമക്കുരുക്ക് മുറുകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ആർക്കൊക്കെയാണ് ഈ പുതിയ നിയമം പണി നൽകുന്നതെന്നും നോക്കാം. സുരക്ഷ ഉറപ്പാക്കുന്നതിനും തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുമായി താമസ കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിച്ച് തന്നെയാണ് UAE മുന്നോട്ട് പോകുന്നത്. നിയമം ലംഘിക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ തുകയാണ് പിഴയായി നൽകേണ്ടി വരിക. അതായത് 50 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് ജോലി നൽകുക, താമസ സൗകര്യം ഒരുക്കുക, സംഘടിത വിസ തട്ടിപ്പുകളിൽ ഏർപ്പെടുക തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്കാണ് 50 ലക്ഷം ദിർഹം പിഴ ചുമത്തുക. സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതോ പൊതുക്രമം തകർക്കുന്നതോ ആയ നിയമലംഘനങ്ങൾ തടയാനാണ് കടുത്ത നടപടിയിലേക്ക് ഭരണകൂടം എത്തിയിരിക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞ് തങ്ങുന്നവർക്കുള്ള പിഴകളേക്കാൾ വളരെ കൂടുതലായിരിക്കും നിയമവിരുദ്ധ താമസത്തിന് സൗകര്യം ഒരുക്കുന്ന വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈടാക്കുക. അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവർക്ക് താമസ സൗകര്യങ്ങളോ ജോലിയോ മറ്റു സഹായങ്ങളോ നൽകുന്നവരിൽ നിന്ന് കുറഞ്ഞത് 1 ലക്ഷം ദിർഹം വരെ ഈടാക്കും. ഒന്നിലധികം കുറ്റവാളികളോ സംഘടിത ശൃംഖലകളോ ഉൾപ്പെട്ട കേസുകളാണെങ്കിൽ 2 മാസത്തെ തടവിന് പുറമെ 50 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. നിയമപരമായ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വിസ, താമസാനുമതി തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ വ്യാജമായി നിർമ്മിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയായി കണക്കാക്കും. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 15 കോടി ദിർഹം വരെ പിഴയും മുൻകാലങ്ങളിൽ കോടതി വിധിച്ചിട്ടുണ്ട്. വിസ കച്ചവടം നടത്തുന്നവർക്കും സമാന ശിക്ഷ തന്നെ ഉണ്ടാകും. വിസിറ്റ് ടൂറിസ്റ്റ് വിസകളിൽ ജോലി ചെയ്യുന്നവർക്ക് തടവും കുറഞ്ഞത് 10,000 ദിർഹം പിഴയും ലഭിക്കും. വിസിറ്റ് ടൂറിസ്റ്റ് റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തുടരുന്ന വ്യക്തികൾ പ്രതിദിനം 50 ദിർഹം വീതം പിഴ അടയ്ക്കണമെന്നാണ് നിയമം. UAEയുടെ സുരക്ഷാ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിയമപരമായ കുടിയേറ്റത്തിന് വലിയ പങ്കുണ്ട്. രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാനായി ഭരണകൂടം കൈക്കൊണ്ട 50 ലക്ഷം ദിർഹം വരെയുള്ള ഈ പിഴകൾ പ്രവാസികൾക്കിടയിൽ കടുത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. നിയമലംഘകരെ സഹായിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 1 ലക്ഷം ദിർഹം കുറഞ്ഞ പിഴയായി നിശ്ചയിക്കുന്നത് പോലും ഇനിമേൽ ഈ വിഷയത്തിൽ ഒരു ദയവും UAE കാണിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നത് മുതൽ സംഘടിത തട്ടിപ്പുകൾ വരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ UAEയുടെ വളർച്ചയ്ക്കായി കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഈ പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ നിയമങ്ങൾ UAE കൂടുതൽ സുരക്ഷിതവും ചിട്ടയുള്ളതുമായ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുമോ? അതോ ഇത്രയും ഭീമമായ പിഴകളെ കുറിച്ചുള്ള ഭയം നിയമപരമായി താമസിക്കുന്ന സാധാരണ പ്രവാസികൾക്കിടയിൽ പോലും ഒരുതരം ആശങ്ക വളർത്തി അവരെ ഈ രാജ്യത്ത് നിന്ന് അകറ്റുമോ? UAEയുടെ കർശന നിയമങ്ങൾ പ്രവാസി സമൂഹത്തിൽ എന്ത് പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കുക എന്നത് വരും മാസങ്ങളിൽ അറിയാം. നിയമം അറിയുക, അത് പാലിക്കുക. കാരണം അശ്രദ്ധമായ ഒരു പിഴവിന് നൽകേണ്ടി വരുന്ന വില സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു രീതിയിലുള്ള നിയമലംഘനവും UAE വെച്ച് പൊറുപ്പിക്കില്ല. 2026-ൽ കൂടുതൽ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് UAE ഒരുങ്ങുന്നത്.